പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. വന്ദിരായ വൈദിക സഹോദരി സഹോദരന്മാരെ, സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 50-ാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ പത്രോസ് മുമ്പോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം. കണക്ക് തീർക്കാൻ ആഗ്രഹിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണു നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണമേ, ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദേനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ് മറ്റ് സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ച് അവനോട്, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. സ്ലീബ പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ചകളിൽ ലോകാവസാനം, വിധി, സ്വർഗം അല്ലെങ്കിൽ നരകം, ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ചിന്തകൾ മുമ്പോട്ട് പോവുക. ലോകാവസാനത്തിൽ നമ്മൾ ലോകത്തെ മുഴുവൻ വിധിക്കുവാനിരിക്കുന്ന വിധിയാളൻ, അത് കർത്താവായ യേശു, അവൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണം. നമ്മളെല്ലാ ദിവസവും സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് പറയുക. മലങ്കര സഭയിലെ വേർഷനാണ് ക്ഷമിച്ചതുപോലെ. മറ്റു ചില സഭകളിൽ ക്ഷമിക്കുന്നത് പോലെ. ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ മലങ്കര സഭ ചൊല്ലുന്നത് തന്നെയാണ് ശരി. കാരണം ആദ്യം ക്ഷമിച്ചിട്ട ശേഷം മാത്രമേ സ്വർഗസ്ഥനായ പിതാവിനോട് നമുക്ക് ക്ഷമ ചോദിക്കാൻ അവകാശമുള്ളൂ. ക്ഷമിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ പിന്നീട് ക്ഷമിച്ചേക്കാം എന്നുള്ളൊരു വാഗ്ദാനമൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് പാസ്റ്റ് ടെൻസ്, ക്ഷമിച്ചതുപോലെ. അല്ലെങ്കിൽ നമുക്ക് സ്വർഗസ്ഥ പിതാവിനോട് ക്ഷമ ചോദിക്കാൻ അവകാശമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഇന്നത്തെ സുവിശേഷം പറയുന്നു, പത്രോസ് മുമ്പോട്ട് വന്ന് അവനോട് ചോദിച്ചു, ഞാൻ എൻ്റെ സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? കർത്താവ് പറയുന്നു, 7 എന്നല്ല
70 പ്രാവശ്യം ഞാൻ നിന്നോട് പറയുന്നു. 7 ഗുണം 70 490. 490 പ്രാവശ്യം അവൻ്റെ മൂക്കിനിടിക്കാം എന്ന് കർത്താവ് അനുവാദം കൊടുക്കുകയല്ല ചെയ്തു. ഇറ്റ്സ് എൻ ഇൻഡെഫിനിറ്റ്. നിന്റെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഒരു സഹോദരൻ നിന്നോട് ക്ഷമ ചോദിച്ചാലും നീ ക്ഷമിക്കണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി 4-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ കായൻ ഹാബേലിനെ കൊല്ലുന്നു. അപ്പോൾ ലോകത്ത് ആകപ്പാടെ ജീവിച്ചിരിക്കുന്നത് ആദമും ഹവ്വായും പിന്നെ കായനും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കൊലപാതകം നടത്തിയ ശേഷം ആരോ തന്നെ കൊല്ലാൻ വരുന്നു എന്നുള്ള പേടിയിൽ കായൻ ഇങ്ങനെ മരുഭൂമിയിലൂടെ പേപ്പട്ടി ഓടുന്നത് പോലെ ഓടുകയാണ്. കുറേ ആൾ വരുന്നു എന്നെ കൊല്ലാൻ എന്നുള്ള. അത് കായൻ്റെ മനസാക്ഷിയിൽ വന്ന ഒരു സജഷനാണ്. വാസ്തവത്തിൽ അങ്ങനെ അവനെ കൊല്ലാൻ കുറേ ആൾ ഓടി വരുന്നു എന്നവനങ്ങ് തോന്നിപ്പോവുക. അതിനുശേഷം ദൈവം പറഞ്ഞു, കായനെ കൊല്ലുന്നവനോട് ഞാൻ 7 ഇരട്ടി പ്രതികാരം ചെയ്യും. അങ്ങനെ ഒരു പ്രതികാരത്തിൻ്റെ ഒരു വാക്കവിടെയുണ്ട്. അതേ സമയം കായൻ്റെ മക്കളിൽ ഒരാൾ, അയാളുടെ പേര് ലാമെക്ക് എന്നാണ്. ഈ ലാമെക്കിന് 2 ഭാര്യമാരുണ്ട്. അതുകൊണ്ട് ഇവൻ ലാമെക്ക് ഒരാളെ കൊന്ന ശേഷം 2 ഭാര്യമാരെ വിളിച്ച് റിപ്പോർട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആദ സില്ല കേൾക്കുക, ലാമെക്കിൻ്റെ ഭാര്യമാരെ ശ്രവിക്കുക. ഒരാൾ എന്നെ അടിച്ചു, അയാൾ എന്നെ മുറിവേൽപ്പിച്ചു, ഞാൻ അവനെ കൊന്നു. അപ്പോൾ ഒരാളെ കൊന്നു എന്നുള്ളത് വലിയ അഭിമാനബോധത്തോടുകൂടിയാണ് ഭാര്യമാരോട് വിവരിക്കുക. അപ്പോൾ ക്രമേണ ഒരു കൊലപാതകം നടന്ന ശേഷം പിന്നീട് വരുന്ന തലമുറയിലേക്ക് ഇതെങ്ങനെ വ്യാപിക്കുന്നു എന്നുള്ളതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ ലാമെക്ക് പറയുന്നത് ഇതാണ്, എന്നെ ഒരാൾ ഉപദ്രവിച്ചാൽ ഞാൻ 77 പ്രാവശ്യം പ്രതികാരം ചെയ്യും. ആദ്യം നമ്മളെ കേട്ടത് 7. ഇപ്പോൾ ലാമെക്ക് പറയുന്നത് 77 പ്രാവശ്യം അല്ലെങ്കിൽ 77 ഇരട്ടി ഞാൻ അവനോട് പ്രതികാരം ചെയ്യുമെന്നാണ്. ഇത് പഴയ നിയമ സ്റ്റോറിയാണെങ്കിൽ പുതിയ നിയമ കാലത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരെ, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു ഫരിസയരുടെ ഉപദേശത്തെക്കുറിച്ച്. 613 നിയമങ്ങൾ അനുസരിക്കുവാൻ അവർ മനുഷ്യരെ നിർബന്ധിച്ചു. ഈ റബിമാരുടെ ഉപദേശങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു സമൂഹത്തിൽ, അല്ലെങ്കിൽ അവരെ ബഹുമാന്യരായിട്ട് അവർ കരുതിയിരുന്നു എന്നുള്ളത് കൊണ്ട് റബിമാരെന്ത് ചെയ്തു, ഈ പ്രതികാര ബുദ്ധി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സംഖ്യയൊക്കെ വളരെ കുറച്ചു. നിന്റെ സഹോദരൻ നിന്നോട് 3 പ്രാവശ്യം ക്ഷമ ചോദിച്ചാൽ നീ അവന് ക്ഷമ കൊടുക്കണം. 4ാമത്തെ പ്രാവശ്യം പിന്നെ നിന്റെ യുക്തം പോലെ എന്നാണ് അവർ പഠിപ്പിച്ചത്. അപ്പോൾ 77 പ്രാവശ്യം എന്നുള്ളത് 3 പ്രാവശ്യമായിട്ട് ചുരുക്കി എന്നുള്ളത് ഒരു പുരോഗതിയാണ്. ഇനിയും ഇന്ന് നാം വായിച്ചു കേട്ട ഈ വേദഭാഗം കണക്കിൻ്റെ വേദഭാഗമാണ്. നിർദ്ദയനായ ഒരു ഭൃത്യൻ്റെ ഉപമ എന്നാണ് അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു രാജാവ് തൻ്റെ ഭൃത്യന്മാരുമായി കണക്ക് തീർക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ കണക്കിലൂടെ മാത്രമേ ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ പറ്റുകയുള്ളൂ. ഇനിയും രാജാവ് കണക്ക് തീർക്കാൻ സിംഹാസനത്തിലിരിക്കുന്നു. ഒരു കടക്കാരനെ പട്ടാളക്കാരെ ബന്ധിച്ച് മുമ്പിൽ കൊണ്ടുവരിക. അവരോട് ചോദിക്കുന്നു, നീ എന്താണ് എനിക്ക് കടപ്പെട്ടിരിക്കുന്നത്? അവൻ പറയുന്നു 10,000 താലന്ത്. ഈ ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു ഊഹവുമില്ല
എന്നാൽ പഴയകാല ചരിത്രങ്ങൾ പഠിച്ചിട്ടുള്ള വേദശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പറയുന്നു, അതൊരു നാണയമല്ല, ഏതെങ്കിലും കട്ടിയുള്ള ഒരു സാധനമല്ല, ഒരു ചുമടാണ്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കപ്പ തൂക്കുന്നത് തുലാം, അതിൻ്റെ ഇരട്ടി മണ്ണ്. അത് ഏതാണ്ട് 28 പൗണ്ടാണ് ഒരു മണ്ണ്. അതൊക്കെ തൂക്കുന്നത് ഒരു പാറക്കല്ല് കൊത്തിയെടുത്ത് അതൊരു റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി അതിനൊരു കൊളുത്തുമൊക്കെ ഇട്ട്, അതാണ് ഒരു മണ്ണ് എന്ന് പറയുന്നത്. ഇതുപോലെ പ്രഷ്യസ് മെറ്റൽസ്, രണ്ട് ബൈബിളിൽ താലന്ത് എന്ന് പറയുന്നത് സ്വർണത്തോട് ചേർത്തും വെള്ളിയോട് ചേർത്തുമാണ്. ഇവിടെ സ്വർണമായിരുന്നോ വെള്ളിയായിരുന്നോ എന്ന് നമുക്കറിയില്ല. സ്വർണമായിരുന്നു എന്ന് തന്നെ സങ്കല്പിക്കുക. കാരണം ഈ ദൈവാലയ നിർമ്മാണത്തിന് പുറപ്പാടിൻ്റെ പുസ്തകം 29-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങളിൽ കർത്താവിൻ്റെ കൂടാര നിർമ്മാണത്തിന് ഉപയോഗിച്ചത് 29 താലന്ത് സ്വർണമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം അതൊക്കെ കട്ടി സ്വർണം കൊണ്ടാണ് ഉദാഹരണമായിട്ട് വാഗ്ദാന പേടകം പൊതിഞ്ഞിരുന്നത്. അത് പൂശുകല്ല, തനി കട്ടി തങ്കം കൊണ്ടാണ് അത് പൊതിഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഇതെല്ലാം കൂടി 29 താലന്ത് സ്വർണമേ അതിന് ഉപയോഗിച്ചിരുന്നുള്ളൂ എന്ന് പുറപ്പാട് പുസ്തകം 29-ൽ വായിക്കുന്നു. അപ്പോൾ ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം 35 കിലോ തൂക്കമായിരുന്നു. അത് പലപ്പോഴും ചാക്കിൽ കെട്ടിയാണ് വെച്ചിരിക്കുക. അപ്പോൾ 10,000 ചാക്ക് സ്വർണം. അങ്ങനെ ഓരോരുത്തൻ്റെയും തലയിൽ ഒരു ചാക്ക് കൊടുത്തിട്ട് നടക്കാൻ പറഞ്ഞാൽ അവരുടെ നിര ഉദ്ദേശം 2 കിലോമീറ്ററെങ്കിലും കാണും. 2 കിലോമീറ്റർ നീളത്തിൽ ഓരോരുത്തരുടെയും തലയിൽ 35 കിലോ സ്വർണം വെച്ചുകൊണ്ട് പോകുന്നതെന്ന് സങ്കല്പിക്കുക മാത്രം. അതിൻ്റെ ഇന്നത്തെ ഒരു സ്വർണത്തിൻ്റെ വില അനുസരിച്ച് 10,000 താലന്തിൻ്റെ മൂല്യം എന്താണെന്ന് ഇന്നലെ ഞാൻ കാൽക്കുലേറ്റർ വെച്ചൊന്ന് കൂട്ടി നോക്കി. 46,800 കോടി രൂപ. 46,800 കോടി രൂപ. ഇത്രയും സ്വർണം അല്ലെങ്കിൽ ഇത്രയും പണം അന്നത്തെ ഒരു നാട്ടുരാജാവിൻ്റെ ഖജനാവിൽ, ട്രഷറിയിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ 10-1 പോലും കാണത്തില്ല. അപ്പോൾ കർത്താവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിശോക്തിപരമായൊരു ഭാഷയാണ്. റോമൻ സാമ്രാജ്യത്തിന് പോലും ഇത്രയും സ്വർണം സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അന്നത്തെ കാലത്ത്. നമ്മളെ സംബന്ധിച്ച് കർത്താവ് എന്തിനാണ് ഈ അതിശയോക്തി ഉപയോഗിച്ചിരിക്കുന്നത്? കാരണം 10,000 താലന്ത് രാജാവിന് കൊടുക്കാനുണ്ടായിരുന്നവൻ മുട്ടുകുത്തി കേണപേക്ഷിച്ചിട്ട് പറഞ്ഞു, ഞാനെല്ലാം തന്നു വിട്ടിക്കൊള്ളാം, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ രാജാവ് എന്താണ് ചെയ്യുക? അവന് കുറെ സാവകാശം കൊടുത്തു എന്നല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ അവനെ രാജാവ് റിലീസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ എനിക്കിനി ഒരു പൈസ പോലും തരണ്ട, ഈ 46,800 കോടി രൂപ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമായി അളച്ചു തന്നിരിക്കും. യു ആർ ഫ്രീ, യു ഗോ. ഇതാണ് ആ രാജാവ് പറയുന്നത്. എന്നാൽ ഈ രാജാവ് ആദ്യം കർക്കശമായിട്ട് അവനോട് പെരുമാറി. അവനോട് പറഞ്ഞു, നിന്റെ ഭാര്യയും മക്കളെയും വീടും സർവ്വസ്വത്തും വിറ്റിട്ട് നീ ഉള്ള പൈസ അടയ്ക്കുക. അവന് താണു വീണ് കേണ് അപേക്ഷിച്ചു. അപ്പോൾ സമ്പൂർണമായി ഇളവ് ചെയ്തു. അവൻ്റെ കടച്ചീട്ട് രാജാവ് കീറിക്കളഞ്ഞു. ഇനി നിന്റെ മേൽ യാതൊരു കടവുമില്ല
എന്നാൽ ഇവൻ പുറത്തോട്ടിറങ്ങി തനിക്ക് 100 ദേനാറ കടപ്പെട്ടിരുന്ന ഒരുത്തൻ്റെ കൊങ്ങായ്ക്ക് പിടിച്ച് ഞെരിച്ചു എന്നാണ് നാം വായിക്കുക. ഈ 100 ദേനാറ, ഒരു ദേനാറ ഒരു സാധാരണ പുല്ലുപറിക്കാൻ വരുന്ന ഒരു വേലക്കാരൻ്റെ കൂലിയായിരുന്നു എന്ന് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. യജമാനൻ ഓരോരുത്തർക്കും സന്ധ്യാസമയത്ത് പ്രതിഫലം കൊടുക്കുന്ന അവസരത്തിൽ ചോദിക്കുന്നുണ്ട്, 1 ദേനാറായല്ലേ നിന്നോട് ഒരു ദിവസത്തേക്ക് ഞാൻ വാഗ്ദാനം ചെയ്തു, നിനക്ക് കിട്ടാനുള്ളത് നിനക്ക് കിട്ടി, നിനക്ക് മറ്റുള്ളവരെക്കുറിച്ച് നീ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നോട് ഞാൻ പറഞ്ഞ കൂലി ഇതാ പിടിച്ചോ, എന്നിട്ട് വീട്ടിൽ പോകും സമാധാനമായിട്ട്. അങ്ങനെ പറയുന്ന അവസരത്തിൽ നിന്റെ ഒരു ദിവസത്തെ കൂലി 1 ദേനാറ. അങ്ങനെ ആ ദേനാറയുടെ മൂല്യം കൂട്ടിയപ്പോൾ ഒരു 24,500 രൂപയെ അവൻ കടപ്പെട്ടിരുന്നു. ഇവിടെ ഒരു വശത്ത് 46,800 കോടി രൂപ ഇളക്കുന്നു. അവൻ പുറത്തോട്ടിറങ്ങിയിട്ട് വേറൊരുത്തൻ്റെ കൊങ്ങായ്ക്ക് വിളിച്ചിട്ട്, നീ എന്നോട് വാങ്ങിച്ച 24,000 രൂപ ആദ്യം ഇഞ്ഞി താ. അവൻ പറഞ്ഞു, താണു വീണ് പറഞ്ഞു, ഞാൻ തന്നു വിട്ടിക്കൊള്ളാം, ഞാൻ കളിപ്പിക്കത്തില്ല, എന്നോട് ക്ഷമിക്കണം, എനിക്ക് കുറച്ചുകൂടെ സമയം തരിക. അവൻ അത് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അവനെയും ഭാര്യയും മക്കളെയെല്ലാം ബന്ധിച്ച് കാരാഗ്രഹത്തിലിട്ടു. മറ്റ് സേവകന്മാർക്ക് വലിയ സങ്കടമുണ്ടായി എന്ന് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കും. അവർ പോയി രാജാവിനോട് പറഞ്ഞു, രാജാവേ, നീ 46,800 കോടി രൂപ സമ്പൂർണമായി ഇളവ് ചെയ്തവൻ അങ്ങോട്ട് പോയപ്പോൾ വെറും 24,000 രൂപ കടപ്പെട്ടിരുന്ന ഒരുവനെ കൊങ്ങായ്ക്ക് പിടിച്ച് ഞെക്കി അവനെയും ഭാര്യയും ജയിലിലിട്ടു. അപ്പോൾ രാജാവ് കോപിഷ്ഠനായി അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ കണ്ടപാടെ പറഞ്ഞു, ദുഷ്ടനായ ഭൃത്യ. ദുഷ്ടൻ എന്നാണ് അവനെ വിളിക്കുക. മുമ്പ് ഇത്രയും കടപ്പെട്ടിരുന്നെങ്കിലും അവനോട് ഒരു അഭംഗിയുള്ള ഒരു വാക്ക് പോലും യജമാനെ ഉപയോഗിച്ചിരുന്നല്ലെങ്കിൽ ഇപ്പോൾ വളരെ കാഠിന്യമുള്ള വാക്കാണ്. ദുഷ്ടനായ ഭൃത്യ, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ കടക്കാരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ഇനി ഒരു ചോദ്യം പറച്ചിലുമില്ല. പട്ടാളക്കാരോട് പറഞ്ഞ് അവൻ്റെ കൈയും കാലും കെട്ടി കാരാഗ്രഹത്തിൽ കൊണ്ട കൊടുക്കുക. കാരാഗ്രഹത്തിൽ കിടക്കണമെന്ന് മാത്രമല്ല, എല്ലാ ദിവസവും അവന് ചുട്ട അടി കൊടുക്കാനായിട്ട് കാരാഗ്രഹ അധികൃതരോട് പറയാം. ഹി വാസ് ഹാൻഡഡ് ഓവർ ടു ബി ടോർച്ചേർഡ് എന്നാണ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. മലയാള വിവർത്തനത്തിൽ POC ബൈബിളിൽ ടു ബി ടോർച്ചേർഡ് എന്നുള്ള ആ വാക്ക് വന്നിട്ടില്ല. കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കാരാഗ്രഹം ഒന്ന് ടോർച്ചർ, ഡെയിലി അവനെ ടോർച്ചർ ചെയ്യണം. ഇത്രയും കോടി രൂപ ഒരിക്കലും തിരികെ തരാൻ പോകുന്നില്ല. അതുകൊണ്ട് അത്രയും നാൾ എന്ന് പറഞ്ഞാൽ നിത്യമായിട്ട് അവൻ കാരാഗ്രഹത്തിലായിരിക്കും. അല്ലെങ്കിൽ അവൻ മരിക്കുന്നിടം വരെ അവന് പീഡ ലഭിച്ചുകൊണ്ടിരിക്കും. അത് നിത്യ നരകത്തെക്കുറിച്ചുള്ള ഒരു ആഖ്യാനമാണ്. യേശു ഈ കഥ പറഞ്ഞ ശേഷം എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നീ നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും അപ്രകാരം തന്നെ ചെയ്യും. നമ്മുടെ നാട്ടിലെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മത്തഞ്ചേട്ടനും ഒരു ചാക്കോച്ചേട്ടനും. അവർ ബാല്യകാലം മുതൽ തന്നെ സുഹൃത്തുക്കളാണ്, അയൽവക്കക്കാരാണ്. അവരൊരുമിച്ച് കളിച്ചും ഒരുമിച്ച് സ്കൂളിൽ പോയും അങ്ങനെ പിരിയാത്ത 2 സുഹൃത്തുക്കൾ. എന്നാൽ ചാക്കോച്ചേട്ടൻ ഇങ്ങനെ പറമ്പ് കളച്ച് മത്തഞ്ചേട്ടൻ്റെ പറമ്പിൽ കൂടെ കയറി കളയ്ക്കാൻ തുടങ്ങി. എന്ന് പറയുമ്പോൾ കുറച്ച് സ്ഥലം കൈവശപ്പെടുത്താനുള്ള പരിശ്രമം നടത്തും. അപ്പോൾ ഈ ചിരകാല സുഹൃത്തുക്കൾ പരസ്പരം വഴക്കടിച്ചു. ഭയങ്കര വഴക്ക, ചീത്തവിളി, ബഹളം. പിന്നീട് അവർ മിണ്ടാതെ കൂട്ടെല്ലാം നിർത്തി. അങ്ങനെ
മത്തഞ്ചേട്ടന് ഒരു വലിയ തളർവാദമുണ്ട്. തളർവാദം പിടിച്ചിട്ട് ഇങ്ങനെ കട്ടിലെ തന്നെ കിടന്ന് നരകിച്ചു. അവസാനം മരണത്തോടടുക്കാറായപ്പോൾ വികാരിയച്ഛനെ വിളിച്ച് നല്ല കുമ്പസാരമൊക്കെ നടത്തി, കുർബാനയൊക്കെ സ്വീകരിച്ചു. അച്ഛൻ ഉപദേശിച്ചു, ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ, മരിക്കാൻ പോകുന്ന സന്ദർഭമല്ലേ, ഒരു വിരോധം വെച്ചുകൊണ്ട് മരിക്കരുത്. അതുകൊണ്ട് ആ പ്രദേശത്ത് എല്ലാവർക്കും അറിയാം ഇവർ തമ്മിൽ പിണക്കമാണ്. അതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു, ചാക്കോച്ചേട്ടനെ വിളിച്ചിട്ട് നിങ്ങൾ പരസ്പരം ക്ഷമിച്ച് മരണത്തിന് ഒരുങ്ങണം. അങ്ങനെ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഈ സുഹൃത്തിനെ മത്തഞ്ചേട്ടൻ കട്ടിലേ കിടന്നുകൊണ്ട് അയാളെ വിളിപ്പിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും കരഞ്ഞ് കെട്ടിപ്പിടിച്ചു, പരസ്പരം ക്ഷമിച്ചു. ക്ഷമിച്ചു കഴിഞ്ഞിട്ട് മത്തഞ്ചേട്ടൻ പറയാം, എടാ ചാക്കോ, ഏതെങ്കിലും കാരണവശാൽ ഞാൻ എൻ്റെ തളർവാദത്തിൽ നിന്നൊക്കെ ഞാൻ എഴുന്നേക്കുവാണെങ്കിൽ ഒരൊറ്റ തൊഴി കൊണ്ട് നിൻ്റെ അണ്ണാക്ക് ഞാൻ പറയും എന്ന് പറയുന്നത് ഞാൻ കൊല്ലും. അപ്പോൾ ഇത് രസമുള്ളൊരു കഥയാണ്. എങ്കിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും ക്ഷമിക്കാറുള്ളത്. കണ്ടീഷണൽ ഫോർഗീവ്നെസ്. ഞാൻ തളർവാദം പിടിച്ച് ഈ മരണവക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആരോഗ്യമായിട്ട് ഇരിക്കുവാണെങ്കിൽ അന്നേരം എൻ്റെ പ്രകൃതം വേറെ ഒന്നായി. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു പല്ലവിയാണ്, when God forgives, he forgets. ദൈവം ക്ഷമിക്കുമ്പോൾ ദൈവം മറക്കുന്നു. ബലഹീനരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ചില വേദനകൾ മരിക്കുന്നിടം വരെ നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ ക്ഷമിച്ചു എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ വാസ്തവത്തിൽ ക്ഷമിച്ചു ഇത് തന്നെ ആയിരിക്കാം. പക്ഷേ അത് കണ്ടീഷൻ വെച്ച് ഉള്ള ക്ഷമ ദൈവികമല്ല. നിങ്ങൾ നിരുപാധികം ക്ഷമിക്കണം, ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു കോപവികാരം ബാക്കിയിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കോപം ശമിക്കണം. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കോപിക്കാം, എന്നാൽ പാപമാകരുത്. ഇത് 4-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന. എപ്പോഴാണ് പാപമാകുന്നത്? കോപം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയും അത് അപ്രകാരം മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യുമ്പോഴാണ്. ഇന്നലെ ആരോ എനിക്കൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ച കൂട്ടത്തിൽ അവിടെ എഴുതിയിരുന്നത് ഞാനിവിടെ കുറിച്ച് വച്ചിട്ടുണ്ട്. ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വേസ്റ്റ് ടൈം ഹേറ്റിംഗ് എനി വൺ. Forgive them for everything. Life is too short to waste time hating anyone. മറ്റുള്ളവരെ വെറുത്തുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താൻ തക്കവണ്ണം നമുക്ക് വലിയ ദീർഘമായ ആയുസ്സില്ല. ലൈഫ് ഈസ് ടു ഷോർട്ട്. ആ പ്രഷ്യസ് ആയിട്ടുള്ള ലൈഫ് വൈ ഡു യു വേസ്റ്റ് ഹേറ്റിംഗ് അതേഴ്സ് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു സന്ദേശം പ്രത്യേകിച്ച് വലിയ നോമ്പിൻ്റെ ആരംഭത്തിൽ ശുഭക്കോനോ പെരുന്നാളിന് നമ്മൾ സാധാരണ വായിക്കുന്ന സുവിശേഷമാണ്. തൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിർത്തുമ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിൻ്റെ സഹോദരനോട്, സഹോദരിയോട്, നിൻ്റെ ഭാര്യയോട്, മക്കളോട്, നിൻ്റെ സുഹൃത്തുക്കളോട് ഹൃദയപൂർവ്വം നീ ക്ഷമിച്ചിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് ക്ഷമ തരത്തുള്ളൂ എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിത്യവിധിക്കായി നമ്മളെ തന്നെ ഒരുക്കുന്ന ഈ സ്ലീബ കാലത്ത് കർത്താവിൻ്റെ വരവിനും അന്ത്യവിധിക്കുമായിട്ട് നമ്മളെ ഒരുക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നീ വലിയ കൊടിയ പാപം ചെയ്ത ആളായിരിക്കും, സാരമില്ല, നിൻ്റെ പശ്ചാത്തലം നീ അംഗീകരിക്കുക, നിൻ്റെ പഴയ പാപങ്ങൾ നീ അംഗീകരിക്കുക.
നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു വ്യത്യാസം വരുത്താൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അത് തമ്പുരാനോട് പറയുക. നിൻ്റെ സ്ലേറ്റിൽ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും പരിപൂർണമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ, മായ്ച്ചു കളയാൻ തമ്പുരാൻ സന്നദ്ധനാണ്. തമ്പുരാനൊന്നും മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല നമ്മളെപ്പോലെ. അതുകൊണ്ട് നീ ഇതൊക്കെ സാധ്യമാണ്. ജീവിതത്തിൽ ചെയ്യാവുന്ന എല്ലാ തെറ്റുകളും ചെയ്തിട്ടുള്ള ഒരാൾക്കും തമ്പുരാൻ അത് മായ്ച്ചു കൊടുക്കും. പക്ഷേ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് അപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ തമ്പുരാൻ ക്ഷമിക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന വളരെ പേടിയോടെ ശ്രദ്ധയോടെ നമ്മൾ ചൊല്ലേണ്ട ഒരു സംഗതിയാണ്. തമ്പുരാൻ്റെ മുമ്പിലാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ, പാസ്റ്റ് ടെൻസ്, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒക്ടോബർ 4-ാം തീയതി നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാളാണ്. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഈ ഫ്രാൻസിസിൻ്റെ പേരാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയതയാണ് അദ്ദേഹം അനുധാവനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും പരിശുദ്ധ പിതാവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭാ നേതൃത്വത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കലുഷിതമായ കേരളത്തിലെ അന്തരീക്ഷം മാറി സമുദായ സൗഹാർദ്ദത്തോടെ നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അന്തരീക്ഷം തമ്പുരാൻ തരണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.